ഏതിലാണ് പൈസ അനൂപ് സ്പെൻഡ് ചെയ്യുന്നത്? യാത്രകളിലാണ്. സാധനങ്ങൾ വാങ്ങിക്കൂട്ടും. വാച്ച്, വസ്ത്രം, അതിലൊക്കെ സ്പെൻഡ് ചെയ്യും. ലിബറലാണ്. അതിനേക്കാളും വേറെ നല്ല സ്ഥലങ്ങളിൽ താമസിക്കുക, നല്ല റെസ്റ്റോറന്റ്, നല്ല ഹോട്ടൽസ്, നല്ല ഫുഡ്, നല്ല ക്യൂസിൻ, അല്ലെ യാത്രകൾ, ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്കുള്ള യാത്രയാണോ കൂട്ടുകാരുള്ള യാത്ര? രണ്ടും. ഒറ്റയ്ക്കുള്ള യാത്ര എപ്പോഴാണ്? അങ്ങനെയില്ല. ഇപ്പൊ പറഞ്ഞില്ല, ഇവൻ മഹേഷ് പറഞ്ഞ പോലെയാണ്. മഹേഷിന് പാരയായ യാത്രയാണ് മഹേഷ് പറയുന്നത്. അല്ല, അവനിപ്പോ ബാംഗ്ലൂർ എത്തിയ ഒരവസ്ഥയിൽ ഞാനിപ്പോ എനിക്കൊരു മലേഷ്യൻ വിസയുണ്ട്, ഞാൻ ഐ ഗോ ടു മലേഷ്യ. ഒരു ദുബായ് വിസ ഉണ്ടെങ്കിൽ ഐ ഗോ ടു ദുബായ്, അല്ലെങ്കിൽ റഷ്യ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഇൻഡസ്ട്രിയുടെ ഒരു പിവറ്റലായി വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവും? ഇല്ല, സ്വാതന്ത്ര്യമുണ്ട്. ഉറപ്പായിട്ടും ഞാൻ കൺസ്ട്രക്റ്റഡ് ആണ്. പക്ഷെ ഇപ്പൊ തന്നെ കഴിഞ്ഞ ഒരു ഹോട്ടൽ കാലിഫോർണിയ കഴിഞ്ഞ ഒരു മാസം ഞാൻ ദുബായിലായിരുന്നു. ഞാനങ്ങനെ ടൈം ഓഫ് എടുക്കാറുണ്ട്. ഈ 2 സിനിമകൾക്കിടയിൽ, അല്ലെങ്കിൽ 2-3 സിനിമ ഒരുമിച്ച് ചെയ്താൽ ഞാൻ 2 മാസം എടുത്തിട്ട്. ആരോ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു യാത്രയാണ് ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രിയേക്കാൾ കൂടുതൽ അറിവ് പ്രധാനം. 100% സത്യമാണ്. തിരുവനന്തപുരത്ത് നിന്ന് കേരള എക്സ്പ്രസിൽ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു BA ഡിഗ്രിയേക്കാൾ പ്രധാനപ്പെട്ട ഡിഗ്രിയായിരിക്കും. വെരി ട്രൂ. അനൂപിനത് ഫീൽ ചെയ്തു? നോ, 100%. അല്ല, നമ്മുടെ ഒരു ഇൻസിഗ്നിഫിക്കൻസ് ഉണ്ടല്ലോ ജോണേട്ടാ, അതായത് നമ്മളൊന്നും അല്ല എന്നുള്ളത്. വി ആർ നത്തിങ്. ഇപ്പൊ ഐ എം കമ്മിങ് ബാക്ക് ടു സുകുമാരിയമ്മാസ് എപ്പിസോഡ്. അവസാനമായിട്ട് സുകുമാരിയമ്മയെ ചിതയിലേക്ക് എടുത്തു വെക്കുമ്പോൾ ഞാൻ മാത്രമാണ് അവിടെ. പിന്നെ കുറെ അവരുടെ ബന്ധുക്കൾ. ഇവിടുന്ന് ഞാൻ മാത്രം. ബാക്കി എല്ലാവരും വന്നിരുന്നു, അവർ പോയി. അവർക്ക് ഒരുപാട് മറ്റേ അമ്മ ഷോ നടക്കുന്ന ടൈമായിരുന്നു. അപ്പൊ ദേ ഓൾ പെയ്ഡ് ദെയർ റെസ്പെക്ട്സ് ആൻഡ് വെന്റ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അവസാനമായിട്ട് അമ്മ ആ ഇലക്ട്രിക് ക്രെമറ്റോറിയത്തിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് എടുത്തു വെച്ചു. അപ്പൊ ആ ഒരു ചാനലുണ്ടല്ലോ അകത്തേക്ക് പോകാനുള്ള, അവിടെ എടുത്തു വെക്കുമ്പോൾ എന്റെ ഇപ്പുറത്തൊരു പയ്യൻ, ഒരു തമിഴൻ പയ്യൻ, കംപ്ലീറ്റ് കറുത്ത്, ഈ പാൻപരാഗ് ചോദിച്ച് ഭീകരമായി വാറ്റുചാരായത്തിന്റെ മണമുള്ള ഒരുത്തൻ. അവനെ നോക്കിയിട്ട് യോ എന്താ പൊണത്തായിരുന്നു മാറി കരുതയാ എന്ന് പറഞ്ഞ് ഞാൻ ഇവനെ നോക്കിയിട്ട് എനിക്ക് അടിക്കണമെന്നുണ്ട് ഇവനെ. ബട്ട് അഗെയിൻ ഫോർ എ മൊമെന്റ് അവന്റെ വ്യൂ പോയിന്റിൽ അതാണ്. അവൻ പറഞ്ഞ വാക്ക് തന്നെയാണ് അവനത്. അവന് ആ ദിവസം വന്നു ചേരുന്ന എത്രയോ ശവശരീരങ്ങളിൽ ഒന്ന് മാത്രമാണ് മലയാളത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം സുകുമാരിയമ്മ എന്ന് പറയുന്നത്. ലാസ്റ്റായിട്ട് ഞാനത് കാല് ടച്ച് ചെയ്യുമ്പോൾ ഐ വാസ് ഫീലിംഗ് ദിസ്. ഇറ്റ്സ് സോ ഇൻസിഗ്നിഫിക്കന്റ് എ ലൈഫ്, മീനിങ്ലെസ് എ ലൈഫ്. ഇതിനിടയിലാണ് മറ്റവന് പാര, വഴക്ക്, വക്കാണം, സിനിമ ഇൻഡസ്ട്രിയിലെ ഈഗോസ്. എന്തിന്? നത്തിങ്. സംഘടനകള്, തർക്കം, അമ്മ, ഒരുപാട്. ബാക്കി നമ്മുടെ ദൈനംദിനങ്ങളിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ. അനൂപിന്റെ ഇത്തരത്തിലുള്ള മനസ്ഥിതികളെ അംഗീകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊരാളാണ് അനൂപിനെ മിനി സ്ക്രീനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്ന് ഇതിലേക്ക് ആനയിക്കാൻ വേണ്ടിയിട്ട് വഴിവെച്ച ആള്. ഹായ് അനൂപ്, നിനക്കറിയാലോ 2000-ലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതായത് ഒരു 13 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് മുതൽ ഇന്ന് വരെ വളരെ ശക്തമായിട്ടുള്ള ഒരു സൗഹൃദം നമ്മൾ തമ്മിലുണ്ട്. കുറച്ചുകൂടി ആധികാരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രദർലി അഫെക്ഷൻ എന്ന് തന്നെ പറയാം. എനിക്ക് നിന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നിന്റെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും പോസിറ്റീവ് തിങ്കിങ്ങുമാണ്. ഓൾവേസ് പോസിറ്റീവാണ് നീ. കാരണം നിന്നിലൊരു നെഗറ്റീവ് ചിന്തയോ, ഒരു നെഗറ്റീവ് മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്നതോ അങ്ങനെയൊന്നും എനിക്ക് ഇന്നേ വരെ ഫീൽ ചെയ്തതില്ല. മാത്രമല്ല, ഒരാൾ നന്നാവുന്നത്, ഒരാൾ രക്ഷപ്പെടുന്നത് ഒക്കെ നീ വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത്. ഞാൻ പോലും പലപ്പോഴും മാതൃകയാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നീ. ഇപ്പൊ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, എന്താണ് നീ നിന്നിൽ കാണുന്ന ഒരു പോസിറ്റീവ് ഫാക്ടർ? ഒരുപാടുണ്ടാവും, എന്നാലും നീ നിന്നിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് കാണുന്നത് എന്താണ്? ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ കാരണം വെച്ചാല് ഇത് നമുക്കൊരു പണിയായിരുന്നു, ഉഗ്രമായ ഒരു പണിയാണ്. എന്താണെന്ന് വെച്ചാൽ എന്നിൽ കാണുന്ന ഏറ്റവും പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കും. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു ഷോയുടെ പ്രത്യേകതയിൽ അനൂപിന് വേണമെങ്കിൽ ഒരു ഇടനെഞ്ചി കൈവച്ചിട്ട് വേണം പറയാം, ഞാൻ എന്നിൽ കാണുന്ന ഏറ്റവും വലിയ ശക്തി, അല്ലെങ്കിൽ എന്നിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഇതാണെന്ന് വേണേൽ പറയാം. ഇനി വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യും. പക്ഷെ പറഞ്ഞു കളയക്കരുത്. സജി പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതൊരു വല്ലാത്ത കുഴക്കുന്ന ചോദ്യം തന്നെയാണ്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ സുഹൃത്തുക്കളെല്ലാം പണിയരുത്. എന്തുകൊണ്ടാണ് അനൂപിന് ഇതെല്ലാം കിട്ടിയ ചാൻസ് ആണ്. നേരെ തിരിച്ചു കൊടുത്തിട്ട് എല്ലാ കാലത്തും അവന്മാരെ വാങ്ങി റിസീവിംഗ് എൻഡിൽ നിൽക്കുന്നവരൊക്കെ. ബട്ട് അഗൈൻ ഞാൻ എന്നെ കുറിച്ച് അങ്ങനെ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല. ശരിക്കും എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മള് മാറ്റർ ചെയ്യുന്നില്ലല്ലോ. വി ഡോണ്ട് മാറ്റർ അറ്റ് ഓൾ ഇൻ ദിസ് ലൈഫ്. വി ഡോണ്ട് മാറ്റർ.
എത്രയോ വർഷങ്ങളായി കോടിക്കണക്കിന് ആളുകൾ ഇവിടെ ജീവിച്ചു പോയതിന്റെ ഒരു തുടർച്ച മാത്രമാണ് ഞാനും നിങ്ങളും ഒക്കെ. ഇത് പക്ഷേ അനൂപ് പറയുന്നു ഞങ്ങൾ മലയാള സിനിമയെ മാറ്റിയെന്ന്. ഞാനോ മലയാള സിനിമ മാറ്റിയത് ഞാൻ പറഞ്ഞു? മാറ്റി. ഞാൻ പറഞ്ഞു. നിങ്ങൾ പറയുന്നു ന്യൂ ജനറേഷൻ സിനിമ, പുതുതലമുറ പടങ്ങൾ മലയാള സിനിമയുടെ അലകും പിടിയും മാറ്റി. ഞാൻ പറയില്ല. എനിക്ക് ആ വാക്കിനോടും വാക്കുപയോഗിക്കാൻ തെറ്റില്ല. പക്ഷെ എനിക്ക് ആ വാക്കിനോട് ന്യൂ ജനറേഷൻ സിനിമ എന്നതിനോട് ജനറേഷണൽ മാറ്റങ്ങൾ വന്നിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നിട്ടുള്ള ജനങ്ങൾക്കാണ്, ആസ്വാദന തലത്തിലാണ്. സൂപ്പർ സ്റ്റാറുകളുടെ പ്രസക്തി ഇല്ലാതായോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഇന്നും നമ്മുടെയൊക്കെ സിനിമ ഇറങ്ങുമ്പോഴും അവരുടെ സിനിമയ്ക്ക് ഒരു 7-8 മണിക്ക് ക്യൂ നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് ഇന്നും കാണാൻ കഴിയും. പക്ഷെ അനൂപ് അങ്ങനെ ഒരു ക്യൂടെ എണ്ണം നോക്കിയിട്ടല്ലോ അനൂപ് സിനിമ. ഞാനാ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ അവരുടെ പ്രസക്തി മാറുന്നില്ല. അനൂപിന്റെ മനസ്സിലൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടോ? ഇല്ല. സൂപ്പർ സ്റ്റാറുകളിൽ താങ്കൾ വിശ്വസിക്കുന്നില്ല? സൂപ്പർ സ്റ്റാർഡത്തിൽ വിശ്വസിക്കുന്നില്ല. സൂപ്പർ സ്റ്റാർഡം ഞാൻ കാണുന്നുണ്ട്. മമ്മൂക്കയിൽ കാണുന്നുണ്ട്, മോഹൻലാലിൽ കാണുന്നുണ്ട്, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, രജനികാന്ത്. ഐ ഹാവ് സീൻ ദാറ്റ്. ഞാൻ ഈ കൈരളി തന്നെ ഞാൻ ആദ്യമായിട്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ഫസ്റ്റ് ഫീൽ എന്ന് പറഞ്ഞ് ഞാൻ മമ്മൂക്ക അടുത്ത് പറയാറുണ്ടത്. ഞാൻ അവിടെ ശുഭദിനം കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു സോഫയിൽ ഇങ്ങനെ കാലൊക്കെ കെട്ടി വെച്ച് രാവിലെ ഒരു 9 മണി സമയത്ത് ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് എന്തൊരു വെട്ടം ആ ഏരിയയിലൊക്കെ വന്ന പോലെ, ഒരു പെട്ടെന്ന് ലൈറ്റപ്പ് ആയ പോലെ ഒരു സംഭവം. ഞാൻ നോക്കുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോ ഷർട്ടും ഒരു ബേജ് പാന്റും ഇട്ടിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങേരുടെ ചുറ്റും ഇങ്ങനെ എന്തൊക്കെയോ ഒരു ഹാലോ ഒക്കെ ഉണ്ട്. എനിക്ക് പെട്ടെന്ന് സിങ്കൻ ചെയ്തില്ല, ഇതാരാണിത് എന്നിങ്ങനെ നോക്കുന്നത്. മമ്മൂട്ടിയാണ്. മമ്മൂക്ക ചെയർമാൻ വന്ന വരവാണ്. അദ്ദേഹം വന്നു, ചിരിച്ചു, അതേ കയറിപ്പോയി. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ട്രസ്റ്റ് വിത്ത് സ്റ്റാർഡം. ഹിയർ ഇസ് എ മാൻ ഹൂസ് എ സ്റ്റാർ. ഞാൻ ഈ ഇടയ്ക്ക് ദുബായിൽ ഒരു ഇതുപോലെ ഫംഗ്ഷനിൽ വെച്ചിട്ടുണ്ട്. അക്ഷയ് കുമാറും ജോൺ അബ്രാമിനും കൂടെ ഫോട്ടോ എടുക്കാൻ എന്തുകൊണ്ട് നിന്നില്ല എന്ന് ചോദ്യം വന്നപ്പോൾ അവിടെ അവരുണ്ടായിരുന്നു. എന്തുകൊണ്ട് നീ നിന്നില്ല, ബാക്കി എല്ലാവരും നിന്നല്ലോ. ഞാൻ പറഞ്ഞിടോ, മമ്മൂട്ടിയെ കണ്ടവർ, യേശുദാസിന്റെ ശബ്ദം കേട്ടവർ, എനിക്ക് ഒരു സ്റ്റാർഡം അവരിൽ ഫീൽ ചെയ്യില്ല. ഒരു അത്ഭുതം കാണുന്നില്ല. എനിക്ക് അത്ഭുതം കാണുന്നില്ല. ഞാൻ കണ്ട ഏറ്റവും ഒരു സ്റ്റാർ എന്നുള്ള മാനിഫെസ്റ്റേഷൻ മമ്മൂക്ക തന്നെയാണ്. പിന്നെ സീയിങ് മോഹൻലാൽ ആക്ട് ഞാൻ പകൽ നക്ഷത്രങ്ങളിൽ കണ്ടതാണ്. ദ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഹാപ്പൻസ് ബിഫോർ ദ ക്യാമറ, ദാറ്റ്സ് സൂപ്പർ സ്റ്റാർഡം. അത് എളുപ്പമല്ല. എനിക്കൊരു മഹാനടൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ മഹാനടൻ വലിയൊരു തട്ടിൽ സൂപ്പർ സ്റ്റാർ നെവർ. അനൂപിനൊരു സ്റ്റാർഡം കിട്ടണമെന്ന് അനൂപിന് ആഗ്രഹമുണ്ട്. ആഗ്രഹം ഉണ്ടാവില്ലേ സ്വഭാവമായിട്ട്? ഇല്ല, അങ്ങനത്തെ ആഗ്രഹങ്ങൾ എനിക്കില്ല. ഞാനൊരു സൂപ്പർ സ്റ്റാർഡം ഐ ഡോണ്ട് ഡിസയർ ദ. എനിക്ക് ഇപ്പോഴത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ കണ്ടന്റ് ആയിട്ടുള്ള ഏരിയ, കംഫർട്ടബിൾ ആണ്. അനൂപിന്റെ ഈ ന്യൂ ജനറേഷൻ സിനിമകളിലും അതിന്റെ സ്ക്രിപ്റ്റിലും അതിന്റെ ഭാഷകളിലും ജസ്റ്റ് ഒരു ചെറിയൊരു രാജ്യം. അപ്പൊ അബ്ദുവിനെ ഇഷ്ടമുണ്ട് അല്ലേ? അതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ പുറകെ മണപ്പിച്ച് നടക്കണം. അബ്ദുവിന് എന്നിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? ഈ ഓണസ്റ്റി എന്റെ ഭർത്താവിനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ അയാളെ കെട്ടിപ്പിടിച്ച് ബോംബെയിലിരുന്നേനെ. എന്താണോ ഓണസ്റ്റി? അയാൾക്കതില്ലേ? അയാൾക്ക് അതും ഇല്ല, അങ്ങനെ പലതും ഇല്ല. അബ്ദു നേരത്തെ ചോദിച്ച പോലെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? പറയട്ടെ പറയട്ടെ നിന്റെ പല്ലിലെ കമ്പി. അനൂപേ, ഒരുപാട് ബീപ്പുകൾ നേടിത്തിരുന്ന സിനിമകൾ അനൂപ് എടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി പറയാനുള്ളത്, അബ്ദു എന്ന് പറയുന്ന ഈ കഥാപാത്രം, അവൻ മട്ടാഞ്ചേരിയിലെ ഒരു ചേരിയോളം തന്നെ സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന ഒരു ലോഡ്ജിൽ ഒരുപാട് സെക്ഷൽ ഫ്രസ്ട്രേഷൻസുമായിട്ട് കഴിയുന്ന ഒരു വ്യക്തി. അവനിലേക്ക് എത്തുന്നത് സുന്ദരിയായ സമ്പന്നയായ ഒരു എഴുത്തുകാരി എന്ന് പറയുന്ന ഫാന്റസി. അവൾ സിഗരറ്റ് വലിക്കുന്നുണ്ട്, അവൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്. അവന്റെ ജാലകത്തിന്റെ ചെറിയ ചതുരത്തിലൂടെ അവനത് കാണുന്നുണ്ട്. സോ അവനെ സംബന്ധിച്ചിടത്തോളം ലിബറേറ്റഡ് ആയിട്ട് സ്ത്രീയാണ്. ലിബറേഷൻ എന്ന വാക്കില്ല അവന്റെ ഇതിൽ, പക്ഷെ അവൻ കണ്ടിട്ടുള്ള സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തം. എവിടെ ഒരു അവൈലബിലിറ്റി അവന് ഫീൽ ചെയ്യുന്നുണ്ട്. അവൾ അത് ചോദിക്കുമ്പോൾ അബ്ദു എന്ന എന്റെ ഈ കഥാപാത്രം എനിക്കിഷ്ടപ്പെട്ടത് നിന്റെ
പൃഥു നിതംബമാണ് സുഹൃത്തെ എന്ന് പറയുമോ? അവൻ പറയില്ല. അവൻ പറയുന്ന ആ ഭാഷ, അവൻ ആ ഭാഷ അറിയും. ശ്യാം ബെനികൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, സത്യജിത് റേ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, ഇതേ ഭാഷ. ചക്ര എന്ന സിനിമയിൽ സ്മിത പട്ടേൽ പറയുന്നുണ്ട്, ഗാലീസ്, നോ ഇഷ്യൂസ് വിത്ത് സെൻസേഴ്സ്. ഞാൻ അനൂപ് ഇതിനെക്കുറിച്ച് വളരെയധികം വാചാലമാകുന്ന ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു മലയാളിയുടെ ഒരുപാട് ഹിപ്പോക്രസിയുള്ള ജീവിയാണ് മലയാളി. അത് എന്നെ പോലെ തന്നെ അനൂപിനും തിരിച്ചറിയാം. ഈ ഒരു ജീവിയുടെ സെൻസിബിലിറ്റിയെ വല്ലാതെ ഷേക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരുപക്ഷെ അതിലൊരു ആനന്ദം അനൂപ് കൈയാളുന്നുണ്ടോ? അതായത് ഇതിലൊരു നിർവൃതി, ഇങ്ങനെ കുറെ ഡയലോഗുകളൊക്കെ അടിച്ചിട്ടില്ല. ഇല്ല. അത്തരം ആത്മരതി എനിക്ക് വേണമായിരുന്നെങ്കിൽ എനിക്ക് എന്റെ കഥാപാത്രത്തിനെ കൊണ്ടും അതിലെല്ലാ കഥാപാത്രങ്ങളെ കൊണ്ടും എനിക്കത് പറയുകയായിരുന്നു. അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. പി ബാലേന്ദ്രന്റെ ക്യാരക്ടറിന് അത് പറയാം, സൈജു കുറുപ്പിന് അത് പറയാം. ചെയ്തില്ല. വൈ? അവിടെ അനൂപ് അല്പം സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ സൂക്ഷിക്കുന്നുണ്ട്, കാരണം എന്റെ കഥാപാത്രമാണ് അത് പറയുന്നത്. ഒരുപക്ഷെ അനൂപിനോട് പലരും പറയുന്നുണ്ടാവും, അനൂപെ കുടുംബ സദസ്സുകളിലേക്ക് അനൂപിന്റെ സിനിമ കുറച്ചും കൂടി ആഴ്ന്നിറങ്ങണമെങ്കിൽ ഈ ബീപ്പുകളുടെ എണ്ണം കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട്. ട്രിവാൻഡ്രം ലോഡ്ജിന്റെ ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം. ട്രിവാൻഡ്രം ലോഡ്ജിന്റെ ഡിവിഡികൾ, അതായത് കുടുംബത്തിൽ ഇരുന്ന് കാണുന്ന സാധനമാണല്ലോ ഡിവിഡി, കഴിഞ്ഞ വർഷം നമ്പർ 1 സെയിൽസ് ഡിവിഡി ട്രിവാൻഡ്രം ലോഡ്ജിന്റെ. ബീപ്പ് അടിച്ച ശേഷം അത് ബീപ്പ് അടിച്ച ശേഷമായിരിക്കാം. ബീപ്പ് അടിച്ച ശേഷം തന്നെയാണ് ഇതെല്ലാം വരുന്നത്. ബീപ്പ് അടിച്ചോട്ടെ, എനിക്ക് പറയാനുള്ള കാര്യം കൃത്യം ഞാൻ പറഞ്ഞതാണ്. ഇത് ശരി. അബ്ദുവിന് അപ്പോ ലാംഗ്വേജ് മാറ്റി വേറൊന്ന് പറയാൻ എന്നോട് പറയരുത്. ഞാൻ ഈ ഭാഷ ഉപയോഗിച്ച് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളല്ല. പക്ഷേ എന്റെ കഥാപാത്രം അങ്ങനെ ആയിരിക്കുമ്പോൾ എനിക്കത് ഉപയോഗിച്ചേ പറ്റൂ. എനിക്ക് വേറൊരു തരത്തിൽ അത് കമ്മ്യൂണിക്കേറ്റ്, അവന്റെ സ്ട്രെയിറ്റ് ഫോർവേഡ്, അതവിടെ ആ ലാംഗ്വേജ് അല്ല ഇഷ്യൂ. അവൾ അവനോട് പറയുന്ന കാര്യമാണ്. ഈ ഓണസ്റ്റ് എന്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ വിത്ത് ഹിം. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അത് കാരണം വെച്ചാൽ വളരെ പച്ചയായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ അങ്ങനെ പച്ചയായിട്ട് പറയുമെന്നൊക്കെയുള്ള ഒരു ആശങ്കകൾ ഉണ്ടായേക്കാം. ഉണ്ടാകാം, അങ്ങനെ സംഭവിക്കുന്നുണ്ടാകാം. യാഥാർത്ഥ്യം ഉണ്ടല്ലോ. ഇതൊക്കെയാണെങ്കിലും അനൂപ് വളരെ കൃത്യമാണ്. അനൂപ് അക്കാര്യങ്ങളിൽ, അതായത് ഈ ഡയലോഗുകളൊക്കെയാണ് മലയാളിയുടെ നിത്യജീവിതത്തിന്റെ പരിച്ഛേദമെന്നും അനൂപ് പറയുമ്പോൾ അനൂപിന്റെ രീതികളിൽ ഒരിക്കലും അനൂപ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇയർമാർക്ക് ചെയ്തൊരു പാതയിൽ നിന്നോ. ഞാനതല്ല, ഞാൻ ആ ക്യാരക്ടറല്ല. അതുകൊണ്ടാണ് ഞാൻ ആ ക്യാരക്ടർ ആവുമ്പോൾ, ഇപ്പൊ അബ്ദുവിന്റെ ക്യാരക്ടർ ഞാനാണ് ചെയ്യുന്നത് ഞാൻ പറയും. പക്ഷെ എനിക്ക് ചേരില്ലത്. ജയസൂര്യ ചെയ്ത മെയ് വഴക്കത്തോടെ ബിരുദോടെ ആ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്റെ ബോഡി ലാംഗ്വേജിൽ അതില്ല. അത്രേ ഉള്ളത്. അങ്ങനൊരു കാര്യം വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ സേ. ഞാൻ എന്ന ആക്ടറുടെ ലിമിറ്റേഷനാണത്. ഐ എം ലിമിറ്റഡ്. അതുകൊണ്ടാണ് ചെയ്യാത്തത്.